നമ്മൾ മനുഷ്യർക്ക് പല തെറ്റുകളും പറ്റാറുണ്ട് അല്ലേ? തെറ്റുകളൊന്നും പറ്റാത്തവർ പുതുതായി ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. തെറ്റിൽ നിന്ന് നമ്മൾ അതിൻ്റെ പാഠങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. അതിനായി ആദ്യം നമ്മൾ ആ തെറ്റിനെ അംഗീകരിക്കണം എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് നമുക്ക് പറ്റിയ തെറ്റുകൾക്ക് മറ്റുള്ളവരെ ഉത്തരവാദിത്തം ഏൽപ്പിക്കും അല്ല അവർ കാരണമാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകൾ നമ്മുടെ വലിയൊരു അനുഗ്രഹങ്ങളാണ്. കാരണം ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് പഠിക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ്. ഹായ് ഓൾ, ഞാൻ അഖില ചന്ദ്രൻ, ഹോളിസ്റ്റിക് ലൈഫ് കോച്ച്, ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഓഫ് അഖിലാസ് ഹോളിസ്റ്റിക് ലൈഫ് ഫൗണ്ടേഷൻ. മാജിക് പ്രാക്ടീസ് ഡേ 26 ഏവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ ബെൽ ബട്ടനോടെ അമർത്തുക. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ചെറിയ കുട്ടികൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമ്പോഴും അതുപോലെ ആദ്യമായിട്ട് എഴുതാൻ പഠിക്കുമ്പോഴും അവർക്ക് പലപ്പോഴും തെറ്റുകൾ സംഭവിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ആരും അവരെ കുറ്റപ്പെടുത്താറില്ല. കാരണം നമുക്കറിയാം അവർ പോകെ അവർ വലിയ എക്സ്പേർട്ടായി മാറും എന്നുള്ളത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ നമ്മൾ അതിനെ കുറേ മാസങ്ങളോളം വർഷങ്ങളോളം അതിങ്ങനെ ഇട്ട് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി അല്ലെ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ജീവിക്കാറുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വരുന്ന തെറ്റുകൾ എന്ന് പറയുന്നത് നമ്മളെ ഒത്തിരി വലിയ കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് വരുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് അതിനകത്ത് ഓരോ തെറ്റിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അനുഗ്രഹങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്, അതിന് കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ അമിത വേഗതയിൽ വണ്ടി ഓടിച്ചതിന് പോലീസ് പിടിച്ചെന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ആലോചിച്ച് നമുക്ക് അതിന് കൃതജ്ഞത അർപ്പിക്കാം എന്നുള്ളതാണ്. അതായത് ആദ്യമായിട്ട് എന്നെ പോലീസ് പിടിച്ചതിന് നന്ദി. കാരണം ഞാൻ അമിത വേഗതയിൽ ഓടിച്ചിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് അപകടത്തിലാകുമായിരുന്നു അല്ലേ. രണ്ടാമതായിട്ട് ഞാൻ എൻ്റെ ലൈഫ് മാത്രമല്ല മറ്റുള്ളവരുടെ ലൈഫ് കൂടെ അപകടത്തിൽ പെടുത്തിയേനെ, അതിന് നന്ദി. അതുപോലെ ഞാൻ ഇനി അടുത്ത തവണ ഭാവിയിൽ ഓടിക്കുമ്പോൾ റോഡിൽ വളരെ കെയർഫുള്ളായിട്ട് മാത്രമാണ് ഡ്രൈവ് ചെയ്യുള്ളൂ. അപ്പോൾ അതെന്നെ ഓർമ്മിപ്പിച്ചതിന് പോലീസിന് നന്ദി. അതുപോലെ ഞാൻ അത്രയും വേഗതയിൽ ഓടിച്ചിട്ട് എനിക്ക് വല്ല അപകടവും സംഭവിച്ചിരുന്നെങ്കിൽ അപ്പോൾ അതൊന്നും സംഭവിക്കാതിരുന്നതിന് പോലീസിന് നന്ദി. അതുപോലെ എനിക്ക് എൻ്റെ കുടുംബത്തോടൊപ്പം ഇന്നും സുഖമായിട്ട് കഴിയാനായിട്ട് സാധിച്ചത് പോലീസ് അന്ന് അങ്ങനെ ഒരു ആക്ഷൻ എടുത്തുകൊണ്ടാണ്, അതിന് പോലീസിന് നന്ദി എന്ന് തുടങ്ങി ഒരു 10 അനുഗ്രഹങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും നമ്മുടെ മനസ്സിൽ ഞാൻ ഈ ഒരു തെറ്റ് ചെയ്തു പോയല്ലോ എന്നോർത്ത് വിഷമിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം എഴുതുക. എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് പഠിക്കാനുള്ള 10 കാര്യങ്ങൾക്ക് നന്ദി പറയുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളെ പിഴവുകൾ തന്നെ കാണുമ്പോൾ പിഴവുകളെ തന്നെ നമ്മളിങ്ങനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ പകരം നമ്മൾ അതിലെ അനുഗ്രഹങ്ങൾ കാണാനായിട്ട് തുടങ്ങുമ്പോൾ, അതിന് കൃതജ്ഞത അർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതം മാജിക്കലി മാറുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു.